പതിനായിരങ്ങളെ സാക്ഷിയാക്കി കൊല്ലം ജില്ലയിൽ നവകേരള സദസ്സുകൾ ഇന്ന് പര്യടനം ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം മണ്ഡലങ്ങളിൽ. സദസ് ഇന്ന് തലസ്ഥാന ജില്ലയിലേക്ക് കടക്കും. മന്ത്രിസഭായോഗവും അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, കൊല്ലം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. 3 മണ്ഡലങ്ങളിലാണ് ഇന്ന് പര്യടനം ഉള്ളത്. മാത്രമല്ല തലസ്ഥാന നഗരിലേക്ക് വൈകിട്ടോടെ പ്രവേശിക്കുകയും ചെയ്യും. എന്താണ് ഇന്നത്തെ നടപടികളും ക്രമീകരണങ്ങളും ഒക്കെ, ഒപ്പം മന്ത്രിസഭായോഗത്തിന്റെ വിവരങ്ങൾ കൂടി? പ്രിയ, ഏതായാലും നവകേരള സദസ്സ് അതിന്റെ യാത്ര തുടരുക തന്നെയാണ്. നമ്മൾക്കറിയാം, കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ ലഭിക്കുന്ന ഒരു ജനപിന്തുണ അത് ആ രീതിയിൽ തന്നെ ഒട്ടും ചോരാതെ പലയിടങ്ങളിലും ഇരട്ടിയിലധികം ആൾക്കാർ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഓരോ സദസ്സിലും എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ രീതിയിലാണ് നേരിട്ട് ജനങ്ങളുടെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത്. ജനങ്ങൾ തന്നെ ഒറ്റക്കെട്ടായി നിന്ന് വിജയിപ്പിച്ച ഒരു യാത്ര എന്ന് തന്നെ നവകേരള സദസ്സിനെ വിലയിരുത്തേണ്ടി വരും. ഏതായാലും ഇന്നിപ്പോൾ കൊല്ലം ജില്ലയിൽ അതിന്റെ പര്യടനം തുടരുകയാണ്. ഇന്ന് കൊല്ലം ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരം ജില്ലയിലേക്ക്, അതായത് 14ാമത് ജില്ലയിലേക്ക് ഇന്ന് നവകേരള യാത്ര സദസ്സ് കടക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ രാവിലെ ആരംഭിക്കുന്നത് ഇരവിപുരം മണ്ഡലത്തിൽ നിന്നാണ്. ഇരവിപുരം മണ്ഡലം, അതിന് തൊട്ടു പിന്നാലെ ചടയമംഗലം, അതിനുശേഷം ചാത്തന്നൂർ. ചാത്തന്നൂരോട് കൂടി തന്നെ കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സിന്റെ യാത്ര പൂർത്തിയാകുന്നതായിരിക്കും. അതിനുശേഷം ഇന്ന് വൈകുന്നേരം, അതായത് ഏറ്റവും അവസാനത്തെ ഇന്നത്തെ സദസ്സ് എന്ന് പറയുന്നത് വർക്കലയിലാണ്. ഇതോടുകൂടി 14ാമത് ജില്ലയായ തിരുവനന്തപുരത്തേക്ക് ഈ സദസ്സ് കടക്കുന്നതായിരിക്കും. വൈകിട്ട് 6 മണിക്കാണ് വർക്കലയിൽ ഇത് പ്രവേശിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്നിപ്പോൾ പ്രഭാത യോഗമില്ല. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗമാണ്. മന്ത്രിസഭാ യോഗം ഇപ്പോൾ ഇവിടെ കൊല്ലത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭാ യോഗം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ആദ്യ വേദിയായ ഇരവിപുരം മണ്ഡലത്തിലേക്ക് നവകേരള യാത്ര കടക്കുക. ഏതായാലും ഇപ്പോൾ മന്ത്രിസഭാ യോഗം എല്ലാ വിഷയങ്ങളും പരിഗണിച്ച് അതിന്റെ തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ട് മുന്നോട്ട് പോകും. പതിവ് മന്ത്രിസഭാ യോഗം തന്നെയാണ്. നമുക്കറിയാം, ഈ യാത്രയിലുടനീളമായി സാധാരണഗതിയിൽ തലസ്ഥാനത്ത് ആയിരുന്നു ഈ മന്ത്രിസഭാ യോഗം ചേരുന്നത്, അല്ലെങ്കിൽ ഓൺലൈനായി ചേരാറുണ്ടായിരുന്നു. പക്ഷേ ഈ യാത്രയിലുടനീളം ഇതിലൊന്നും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. കൃത്യമായ രീതിയിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ എല്ലാ ബുധനാഴ്ചകളിലും മന്ത്രിസഭാ യോഗം എവിടെയാണോ യാത്ര എത്തി നിൽക്കുന്നത് അവിടെ തന്നെ മന്ത്രിമാരെല്ലാവരും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. ആ പതിവ് തെറ്റിക്കാതെ ഇന്നിപ്പോൾ കൊല്ലം ജില്ലയിലാണ് മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം നവകേരള യാത്ര ഇരവിപുരം മണ്ഡലത്തിലേക്ക് എത്തുന്നതായിരിക്കും. പ്രിയ, ശരി. എന്തായാലും മന്ത്രിസഭാ യോഗം പുരോഗമിക്കുകയാണ്. ഇന്ന് പ്രഭാത യോഗം അതുകൊണ്ട് ഇല്ല. ഷീജ പറഞ്ഞതുപോലെ കൊല്ലം ജില്ലയിൽ 3 മണ്ഡലങ്ങളിൽ പര്യടനം ഇന്ന് നടക്കും. വൈകിട്ടോടെ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കും. വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.